അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാലിക് ഇബ്നു ഔസ് വിശദീകരിക്കുന്നു, ഞാൻ വീട്ടിലായിരുന്നു. സൂര്യൻ ഉദിച്ച് ഉയർന്നു, ചൂട് ആയി. പെട്ടെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ സന്ദേശവാഹകൻ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വിട്ടൊരാൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, വിശ്വാസികളുടെ നേതാവ്, അതായത് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരായിരുന്നു. ഖലീഫ എന്നല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. ഖലീഫ എന്ന് പറയുന്ന പ്രതിനിധി എന്നാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളതായിരുന്നു. ഖലീഫത്തു റസൂലില്ല, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രതിനിധി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോരുത്തർ മാറുമ്പോൾ, അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാവുമ്പോൾ ഖലീഫത്തു റസൂലില്ല എന്ന് പറയേണ്ടി വരും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയുടെ പ്രതിനിധി, അതായത് ഇന്ന ആൾക്ക് ശേഷം വരുന്നവൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമായതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് വേണ്ടായിരുന്നു. അങ്ങനെ അവർ കണ്ടുപിടിച്ചൊരു പേരാണ് അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവ്. അപ്പോൾ ഈ വന്ന ആൾ വേലക്കാരനോ അല്ലെങ്കിൽ ദൂതനോ വന്നിട്ട് പറഞ്ഞു, ഉമറുൽ ഖത്താബ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം അവിടേക്ക് പോയി. അവിടെ അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മുറിയിലേക്കോ കയറി ചെന്നു. ഉമർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പനയോല കൊണ്ട് നെയ്ത ഒരു പായോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനത്തിലാണ്. അതിൽ വിരിപ്പോ അല്ലെങ്കിൽ കുഷ്യനോ അല്ലെങ്കിൽ പതുപതുത്തെ പഞ്ഞിയുടെ കിടക്കയോ തലയണയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൊലിയുടെ ഒരു തലയണ ഉണ്ടായിരുന്നു. അതിൽ ചാരിയായിരുന്നു അദ്ദേഹം ഇരുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് സലാം ചൊല്ലി എന്നിട്ട് അവിടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, മാലിക്കെ, നിങ്ങളുടെ ആളുകളിൽ നിന്നുള്ള കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്നു. അവർക്ക് കുടുംബമൊക്കെ ഉള്ളവരാണ്. അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പം ഞാൻ ഉത്തരവിട്ടു കുറച്ച് സമ്മാനം അവർക്ക് കൊടുക്കണം എന്ന്. അതുകൊണ്ട് താങ്കൾ അത് എടുത്തുകൊണ്ട് പോയി അവർക്കെതിരെ വിതരണം ചെയ്യൂ. അപ്പം ഞാൻ പറഞ്ഞു, അല്ലേ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അത് വേറെ ആരെങ്കിലും ആ ഉത്തരവ് കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഇരിക്കുകയായിരുന്നു. വാതിൽക്കൽ നിൽക്കുന്ന വേലക്കാരൻ അല്ലെങ്കിൽ അതുപോലെ ഒരു സഹായി, അകത്തേക്കും പുറത്തേക്കും വരുന്നവരെയൊക്കെ നോക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ, യർഫ, അയാൾ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ, സഅദ് ബിൻ അബി വഖാസ് ഇവരെല്ലാവരും പുറത്ത് നിൽക്കുന്നു, താങ്കളെ കാണാൻ അനുവാദം ചോദിക്കുന്നു, ഞാൻ അവരെ കടത്തിവിടട്ടെയോ? അപ്പോൾ ഉമർ പറഞ്ഞു, ഉവ്വ. അങ്ങനെ അവരും അകത്തേക്ക് വന്നു. അവരും അദ്ദേഹത്തിന് സലാം ചൊല്ലി എന്നിട്ട് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യർഫ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, അലിയും അബ്ബാസും വന്നിട്ടുണ്ട്, അവരെ ഞാൻ കടത്തിവിടട്ടെയോ? ഉമർ പറഞ്ഞു, ശരി, ഉവ്വ. അങ്ങനെ അവരും അകത്തേക്ക് കടന്നു വന്നു. അവർ അദ്ദേഹത്തിന് സലാം ചൊല്ലി എന്നിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അബ്ബാസ് ചോദിച്ചു, അല്ലയോ വിശ്വാസികളുടെ നേതാവേ, എൻ്റെയും ഇവൻ്റെയും ഇടയിൽ വിധി പറയുക. അത് അലി റളിയല്ലാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ തമ്മിലൊരു തർക്കം ഉണ്ടായി, അൽ അബ്ബാസും അൽ അലിയും തമ്മിൽ. ബനി നദീറിൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചിട്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫെയ്യ ആയിട്ട്, അതായത് യുദ്ധം മുതൽ നിന്നുള്ള ഒരു വീതമായിട്ട് അവർക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂട്ടം, അതായത് ഉസ്മാനും കൂടെ ഉണ്ടായിരുന്നവരും, അവർ പറഞ്ഞു, അല്ല അമീറുൽ മുഅ്മിനീനെ, വിശ്വാസികളുടെ നേതാവേ, അവരുടെ ഇടയിൽ വിധി പറയൂ, ഒരു തീരുമാനമാക്കൂ, എന്നിട്ട് അവരെ നല്ല രീതിയിൽ പിരിച്ച് വിടൂ എന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു, ക്ഷമിക്കൂ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് താക്കീത് തരുന്നു, അല്ലെങ്കിൽ വിധി പറയുന്നു. ആരുടെ പേരിലാണോ ആകാശഭൂമികൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ അനുവാദത്തോടെയാണോ ഇവയൊക്കെ നിലനിൽക്കുന്നത്, അതായത് അള്ളാഹുവാണ് സത്യം. നിങ്ങൾക്കറിയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായിട്ട്? ഞങ്ങൾ, അതായത് പ്രവാചകന്മാർ, സമ്പത്ത് പാരമ്പര്യ സ്വത്തായി വിട്ടിട്ട് പോകാറില്ല. എന്തൊക്കെയാണോ ഞങ്ങൾ വിട്ടിട്ട് പോകുന്നത് അത് സദക്കയാകുന്നു. അവയെ സദക്ക ആർക്കെങ്കിലൊക്കെ വെറുതെ കൊടുക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനെയും കൂടിയായിരുന്നു. അതായത് ഞങ്ങൾ നബിമാർ എന്നായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ റസൂൽ ഉൾപ്പെടെ ആ ഗ്രൂപ്പ് പറഞ്ഞു, അതായത് കൂട്ടം ആയിട്ടുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമർ എന്നിട്ട് അലിയുടെ നേരെയും അബ്ബാസിൻ്റെ നേരെയും തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ താക്കീത് തരുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്? അവർ പറഞ്ഞു, ഉവ്വ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ആ സംഭവത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രത്യേക ആനുകൂല്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഫെയ്യ. അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഉമർ എന്നിട്ട് ഈ വിശുദ്ധ വചനം ഓതി. എന്നിട്ട് അള്ളാഹു എന്താണോ ഫെയ്യ ആയി യുദ്ധം മുതൽ നിന്നും കൊടുത്തത്, അവൻ്റെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവരിൽ നിന്നും. ആയത്തിങ്ങനെ തുടരുന്നു, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ ആകുന്നു. 59-ാമത്തെ സൂറത്ത് 6-ാമത്തെ ആയത്ത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ അള്ളാഹു റസൂലിന് മാത്രം ഒരു പ്രത്യേക ആനുകൂല്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്ക് ഈ ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു വീതം റസൂലിനും ഒരു വീതം അള്ളാഹ്ക്കും, അങ്ങനെയൊക്കെയാണ് 5ആയി വിധിക്കുന്നത്. ഉമർ കൂട്ടിച്ചേർത്തു, അതുകൊണ്ട് ഈ സമ്പത്ത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായി കൊടുത്തതാണ്. പക്ഷേ അള്ളാഹു ആണേ അദ്ദേഹം ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ അത് കൈപ്പിടിയിൽ ഒതുക്കിയില്ല, എന്നിട്ട് അത് നിങ്ങൾക്ക് തന്നില്ല. മാത്രവുമല്ല അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിന് പോലും എടുത്തിട്ടില്ല. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഇടയിൽ വീതം വെച്ചു, ആ യുദ്ധം മുതൽ വീതം വയ്ക്കുമ്പോൾ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാത്രം ബാക്കിയായി. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാർഷിക ചെലവുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും വാർഷിക ചെലവുകൾ ഇതിൽ നിന്നായിരുന്നു നടത്തിയിരുന്നത്. ബാക്കി വരുന്ന പൈസ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തത്. ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കത് അറിയാമോ? അവരെല്ലാവരും ഉവ്വ എന്ന് പറഞ്ഞു. ഉമർ വീണ്ടും അലിയോടും അബ്ബാസിനോടും ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമോ? ഉമർ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവനിലേക്ക് എടുത്തപ്പോൾ, അതായത് അബൂബക്കർ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിൻഗാമി മാത്രമാകുന്നു, അതായത് പിന്നീട് വരുന്നവൻ, ഖലീഫ. അങ്ങനെ അബൂബക്കർ ആ സമ്പത്ത് കയ്യിൽ വെച്ചു, ഭരണാധികാരി എന്നുള്ള നിലയിൽ, അല്ലാതെ സ്വന്തം ആയിട്ടല്ല. അതിനെ നോക്കി നടത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അതിനെ നോക്കി നടത്തിയതും കൈകാര്യം ചെയ്തതും അതുപോലെ അള്ളാഹു അറിയുന്നു എന്താണ് സത്യം എന്ന്, ഏതാണ് ദൈവഭയം എന്ന്, ഏതാണ് നേരായ മാർഗത്തിൽ നയിക്കപ്പെട്ടത് എന്ന്. അതുമാത്രമല്ല അദ്ദേഹം, അതായത് അബൂബക്കർ സിദ്ദീഖ്, സത്യത്തെ പിന്തുടരുന്നവൻ ആയിരുന്നു, അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ആളായിരുന്നു. എന്നിട്ട് അള്ളാഹു അബൂബക്കറിനെ അവനിലേക്ക് ഉയർത്തി, അതായത് അബൂബക്കർ മരിച്ചു, ഞാൻ അബൂബക്കറിൻ്റെ പിൻഗാമിയായി വന്നു, ഞാൻ ആ സമ്പത്തിനെ എൻ്റെ കസ്റ്റഡിയിൽ, അധികാരത്തിൽ, കൈപ്പിടിയിൽ വച്ചു. എൻ്റെ ആദ്യ 2 വർഷത്തെ ഖിലാഫത്തിൽ, അല്ലെങ്കിൽ ഭരണകാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്തിരുന്നത് അതുപോലെ, കൂടാതെ അബൂബക്കർ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്തിരുന്നത് അതുപോലെയും. അള്ളാഹുവിനറിയാം ഞാൻ സത്യസന്ധനായിരുന്നോ, അല്ലെങ്കിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ദൈവഭയം ഉണ്ടോ, ഞാൻ നേരായ മാർഗത്തിൽ വഴി കാണിക്കപ്പെട്ടവനാണോ എന്ന്. ഞാൻ എന്താണോ ശരി അതിൻ്റെ പിന്നാലെ പോകുന്നവനാകുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും, അതായത് അലിയും അബ്ബാസും, എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു, അതേ ആവശ്യവുമായി, അതേ തരത്തിലുള്ള കേസും ആരോപണവും ആയിട്ട്. അബ്ബാസെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീതം ചോദിച്ചുകൊണ്ടാവുന്നു, നിങ്ങളുടെ നെഫ്യൂ അല്ലെങ്കിൽ മരുമകൻ്റെ സമ്പത്തിൽ നിന്ന്, അതായത് റസൂലിൻ്റെ. ഈ മനുഷ്യൻ, അതായത് അലി, എന്നിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവകാശം ചോദിച്ചുകൊണ്ടാവുന്നു, അവരുടെ പിതാവിൻ്റെ സമ്പത്തിൽ നിന്നും. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രവാചകന്മാരുടെ സമ്പത്തുകൾ അത് പാരമ്പര്യ സ്വത്തായി ആരും എടുക്കാറില്ല, അല്ലെങ്കിൽ കൈയാളാറില്ല. ഞങ്ങൾ എന്തൊക്കെയാണോ വിട്ടിട്ട് പോകുന്നത് അവയെല്ലാം സദഖയാകുന്നു, അത് ദാനധർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാകുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാലോ എന്ന്, എന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയണം എന്നും ഞാൻ ആഗ്രഹിച്ചു. അതായത് ഞാൻ ഈ സമ്പത്ത് നിങ്ങൾക്ക് തരാൻ റെഡിയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ. പക്ഷേ വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുകയും വാക്ക് പാലിക്കുകയും ചെയ്യുക. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന്. അതിനുശേഷം അബൂബക്കർ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്ത് അതുപോലെ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നും. അതിനുശേഷം ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നപ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന പോലെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം എന്ന്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞു, അത് ഞങ്ങൾക്ക് തന്നേക്കൂ. ആ വ്യവസ്ഥയിലാണ് ഞാനത് നിങ്ങൾക്ക് തന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ഈ വ്യവസ്ഥയിലൊക്കെ തന്നെയല്ലേ ഞാൻ നിങ്ങൾക്ക് അന്ന് അത് കൈമാറ്റം ചെയ്തത്? അവർ പറഞ്ഞു അതെ. ഉമർ അലിയെയും അബ്ബാസിനെയും നേരെ തിരിഞ്ഞു, എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അതേ വ്യവസ്ഥയിൽ തന്നെയല്ലേ നിങ്ങൾക്ക് ഞാൻ അത് കൈമാറ്റം ചെയ്തത്? അവരും പറഞ്ഞു അതെ. അദ്ദേഹം തുടർന്നു, ഇനി
വേറൊരു വിധി ഈ കാര്യത്തിൽ വേണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതൊക്കെ നേരത്തെ ചെയ്ത് പറഞ്ഞ് വെച്ച് എഗ്രി ചെയ്താണ്, ഇനി അത് മാറ്റി വിധി പറയണം. അതായത് നമ്മളൊരു കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്കൊക്കെ പോകുന്ന പോലത്തെ. അള്ളാഹു ആണേ ആരിനാലാണോ സ്വർഗവും ഭൂമിയും ഒക്കെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത്, അവനാണേ സത്യം. ഞാൻ ഇനി ഒരു വിധി ഇതിനു മുകളിൽ തരികയില്ല. ഞാൻ ഒരു വിധി ഇതേ കാര്യത്തിൽ തന്നു കഴിഞ്ഞതാണ്. നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ, അത് എനിക്ക് തിരിച്ച് തന്നുകൊള്ളുക. നിങ്ങൾക്ക് പകരമായി ആ ജോലി ചെയ്തു കൊള്ളാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ബനു നദീർ ഗോത്രത്തിൻ്റെ യുദ്ധം നടന്ന് പിടിച്ചെടുത്തപ്പോൾ അത് യുദ്ധമുണ്ടായിരുന്നില്ല. അപ്പോൾ യുദ്ധമില്ലാതെ ഒരു കീഴടങ്ങലായിരുന്നു. അപ്പോൾ അതിലുള്ള ഫയ്യ അല്ലെങ്കിൽ 20% സമ്പത്ത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടി. അത് റസൂലിൻ്റെ വാർഷിക ചെലവുകൾക്ക് ഉപയോഗിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ ചെലവുകൾക്കും ഉപയോഗിക്കുമായിരുന്നു. ബാക്കിയുള്ളത് സദഖയായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും നോക്കിയിരുന്നത്. പിന്നീട് ഒരിക്കൽ, അതായത് 2 കൊല്ലം കഴിഞ്ഞപ്പോഴോ എപ്പോഴോ ഉമർ റളിയല്ലാഹു അൻഹു അത് ഇവർക്ക് കൊടുത്തു. നിങ്ങൾ റസൂൽ എങ്ങനെയാണ് ചെയ്തത്, അബൂബക്കർ എങ്ങനെയാണ് ചെയ്തത്, ഉമർ എങ്ങനെയാണ് ചെയ്തത്, അതുപോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യുക, നിങ്ങളുടെ കസ്റ്റഡിയിൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ സ്ഥലം മിക്കവാറും ഒന്ന് ഫാത്തിമ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ടും ഒന്ന് അൽ അബ്ബാസിന് വേണ്ടിയിട്ടും, അതായത് കൊച്ചാപ്പ മൂത്താപ്പ അങ്ങനെയുള്ള ആരുമാണ്, അതിന് വേണ്ടിയിട്ട് പകുതി വീതം വെച്ചാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നടുക്ക് എവിടെയോ ഒരു ഈന്തപ്പഴം അങ്ങനെ എന്തോ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആരുടെയാണ് എന്നതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായി. അതായത് അതിർത്തി തർക്കം. നമ്മളൊക്കെ കാണിക്കുന്നത് പോലെ സഹാബാക്കളും സാധാരണ മനുഷ്യരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു ഉദാഹരണമാണിത്. അവർ തമ്മിൽ ഒരു ഈന്തപ്പനയെ ചൊല്ലി തർക്കം ഉണ്ടായി. അത് എൻ്റെ പറമ്പിലാണെന്ന് ഒരാളും, അത് അല്ല എൻ്റെ പറമ്പിലാണെന്ന് മറ്റേയാളും വാദിച്ചു. ആ തർക്കവുമായി അവർ ഇവിടെ വന്നപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പൊക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. അൻ മാലിക് ബിൻ ഔസ് ഇബ്ൻ അൽ ഹദ്ദസാനി വകാന മുഹമ്മദ് ഇബ്ൻ ജുബൈർ ദക്കറ ലി ദിക്റൻ മിൻ ഹദീസി ദാലിക ഫന്തലഖതു ഹത്താ ദഖല അലാ മാലിക് ഇബ്ൻ ഔസ് ഫസഅൽതു അൻ ദാലിക അൽ ഹദീസി ഫഖാല മാലിക് ബൈനമാ അന ജാലിസുൻ ഫി അഹ്ലി ഹീന മതൽ നഹാറു ഇദാ റസൂലു ഉമർ ബിൻ അൽ ഖത്താബി യഅതീനി ഫഖാല അജിബ് അമീറുൽ മുഅ്മിനീൻ فانطلقت معه حتى دخل على عمر فإذا هو جالس على رمال سرير ليس بينه وبينه فراش متكئ على وسادة من أدم فسلمت عليه ثم جلست فقال يا مالي إنه قدم علينا من قومك أهل أبيات وقد أمرت فيهم برضخ فاقبضه فاقسمه بينهم فقلت يا أمير المؤمنين لو أمرت لي غيري قال فأقبله أيها المرء فبينما أنا جالس عنده أتاه حاجبه يرفع فقال هل لك في عثمان وعبد الرحمن بن عوف والزبير وسعد بن أبي وقاص يستأذنون قال نعم فأذن لهم فدخلوا فسلموا وجلسوا ثم جلس يرفع يسيرا ثم قال هل لك في علي وعباس قال نعم فأذن لهما فدخلا فسلما فجلسا فقال عباس يا أمير المؤمنين اقضي بيني وبين هذا وهما يختصمان فيما أفاء الله على رسوله صلى الله عليه وسلم من مال بني نضير فقال الرهط عثمان وأصحابه يا أمير المؤمنين اقضي بينهما فأرح أحدهما من الآخر فقال عمر تئدكم أنشدكم بالله الذي بإذنه تقوم السماء والأرض هل تعلمون أن رسول الله صلى الله عليه وسلم قال لا نورث ما تركنا صدقة يريد رسول الله صلى الله عليه وسلم نفسه قال الرهط قد قال ذلك فأقبل عمر على علي وعباس فقال أنشدكما الله تعلمان أن رسول الله صلى الله عليه وسلم قد قال ذلك قال عمر فإني أحدثكم عن هذا الأمر إن الله قد خص رسوله صلى الله عليه وسلم في هذا الفيء بشيء لم يعطه أحدا غيره ثم قرأ وما أفاء الله على رسوله منهم إلى قوله
قدير. فكانت هذه خالصة لرسول الله صلى الله عليه وسلم والله ما احتزاها دونكم ولا استأثر بها عليكم قد أعطاكموه وبثها فيكم حتى بقي منها هذا المال. فكان رسول الله صلى الله عليه وسلم ينفق على أهله نفقة سنتهم من هذا المال ثم يأخذ ما بقي فيجعله مجال مال الله. فعمل رسول الله صلى الله عليه وسلم بذلك حياته. أنشدكم بالله هل تعلمون ذلك؟ قالوا نعم. ثم قال لعلي وعباس أنشدكما لله هل تعلمان ذلك؟ قال عمر ثم توفي الله نبيه صلى الله عليه وسلم فقال أبو بكر أنا ولي رسول الله صلى الله عليه وسلم. فقبضها أبو بكر فعمل فيها بما عمل رسول الله صلى الله عليه وسلم والله يعلم إنه فيها لصادق بار راشد تابع للحق. ثم توفى الله أبا بكر فكنت أنا وليا أبي بكر فقبلتها سنتين من إمارتي أعمل فيها بما عمل رسول الله صلى الله عليه وسلم وما عمل فيها أبو بكر والله يعلم إني فيها لصادق بار راشد تابع للحق. ثم جئتماني تكلماني وكلمتكما واحدة وأمركما واحد. جئتني يا عباس تسألني نصيبك من ابن أخيقا وجاءني هذا يريد عليا يريد نصيب امرأته من أبيها فقلت لكما إن رسول الله صلى الله عليه وسلم قال لا نورث ما تركنا صدقة. فلما بدا لي أن أدفعه إليكما قلت إن شئتما دفعتما إليكم على أن عليكم عهد الله وميثاقه لتعملان فيها بما عمل فيها رسول الله صلى الله عليه وسلم وبما عمل فيها أبو بكر وبما عملت فيها منذ وليتها. فقلتما ادفعنا إلينا فبذلك دفعتها إليكما. فأنشدكم بالله هل دفعتها إليكما بذلك؟ قال الرهط نعم. ثم أقبل على علي وعباس فقال أنشدكما بالله هل دفعتها وإليكما بذلك؟ قال نعم. قال فتلتمسان مني قضاء غير ذلك فوالله الذي بإذنه تقوم السماء والأرض لا أقضي فيها قضاء غير ذلك فإن عجزتما عنها فادفعها إلي فإني أكفيكما. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.